ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയങ്ങളില്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് സവാളയാണ് കേട്ടോ. സവാള ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ ചതച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് എരിവിന് ആവശ്യത്തിന് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പിലോട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് ഇതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയുടെ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചച്ചുവ ആ ഒരു വെളുത്തുള്ളിയുടെ കുത്തലൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന തക്കാളി വലുതാണെങ്കിൽ ഒറ്റൊരു തക്കാളി എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ചെറുതായതുകൊണ്ടാണ് 2 തക്കാളി എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി ഉള്ളിയൊക്കെ വഴണ്ടി ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തത്. അത്രയ്ക്ക് എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത മല്ലിപ്പൊടി ആണെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, ആ ഒരു ടൈം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഓൾറെഡി വറുത്ത മല്ലിപ്പൊടി ആയതുകൊണ്ട് ഞാൻ അധികം ഇട്ട് അങ്ങോട്ട് വഴറ്റുന്നില്ല. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയൊക്കെ ഞണ്ടിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ടൈം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഈ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അതുപോലെ തന്നെ ഈ ഒരു ടൈം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ ഞണ്ടിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പം ഞാൻ അടച്ചു വെച്ചിട്ട് ഏകദേശം 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ഞണ്ടിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ.
ഇനി ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ചെറിയൊരു തീയിൽ ഇതൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു ടൈമോട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തേങ്ങ നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം അതിന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്ന ടൈമോട് നമ്മുടെ ഞണ്ടൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. ഈ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കറിയിലെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇൻ കേസ് നമ്മൾ ചേർത്തത് പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പുളിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറി ജസ്റ്റ് ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഞണ്ടൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.